എത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇടുക്കിയിൽ നിന്നാണ്. കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച് ഇടുക്കി രൂപത വിശ്വാസോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത്. ഇതിൻ്റെ വിവരങ്ങളുമായി ബിനീഷ് ആൻ്റണി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ബിനീഷ്, ഈ ദൂരദർശൻ പ്രദർശിപ്പിച്ചത് തന്നെ വലിയ വിവാദമായി നിലനിൽക്കുന്ന ഘട്ടത്തിൽ ബോധപൂർവമായുള്ള ഒരു പ്രകോപനം എന്ന അർത്ഥത്തിൽ കൂടി ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ഇടുക്കി രൂപതയുടെ വിശദീകരണം? ജിംഷാദ്, ഇടുക്കി രൂപത വ്യക്തമാക്കുന്നത് ഈ 10, 11, 12 ഉള്ള സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ഇടുക്കി രൂപത ഇത്തരത്തിലുള്ള ക്ലാസ് ഒരുക്കിയത്. ഈ പ്രണയ ചതിക്കുഴിയെ കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനാണ് ഈ സിനിമ പ്രദർശിപ്പിച്ചത്. വർഗീയമാനം നൽകിക്കൊണ്ടാണ് സിനിമ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിനെ ഇകഴ്ത്താനോ അല്ലെങ്കിൽ ഒരു വർഗീയത കൊണ്ടുവരാനോ അല്ല ഇത്തരത്തിൽ ഈ ഒരു സിനിമ പ്രദർശിപ്പിച്ചത്. കുട്ടികളിൽ ഒരു ബോധവൽക്കരണം, പ്രണയ ചതിക്കുഴിയിൽ വീണ് പലരും തീവ്രവാദ സംഘടനയ്ക്ക് പോകുന്നു, അത് യാഥാർത്ഥ്യമാണ്, ആ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളൊരു ബോധവൽക്കരണം നൽകിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രദർശനം നടത്തിയതെന്നാണ് ഇടുക്കി രൂപത വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത്തരത്തിലൊരു പ്രദർശനം ഈ സിനിമയ്ക്കെതിരെ നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നു വന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുമെന്നുള്ള ഒരു കേരള സ്റ്റോറി സംപ്രേഷണം ചെയ്യുന്നതിനെതിരെ തന്നെ ഡിവൈഎഫ്ഐയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ്, CPM അടക്കമുള്ള പാർട്ടികൾ എല്ലാം തന്നെ രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം രംഗത്ത് വന്നിരുന്നു. അത് ഈ കേരളത്തെ ഇകഴ്ത്തി കാണിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നും എല്ലാം തന്നെയായിരുന്നു ഈ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഈ പ്രതികരിച്ചത്. ഏതായാലും അത്തരത്തിൽ ഒരു വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഈ ഇടുക്കി രൂപത കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത്. ഇടുക്കി കഴിഞ്ഞ 2, 3, 4 ഈ 10, 11, 12 ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി ഈ ക്ലാസ് വിശ്വാസോത്സവ ക്ലാസ് സംഘടിപ്പിച്ചത്. 4-ാം തീയതി ആയിരുന്നു ഇത്തരത്തിലൊരു ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത്. ഇതിൽ ഈ സിനിമ കണ്ട ശേഷം കുട്ടികൾ ഇതിനെതിരെ ഇതുമായി ചർച്ച ചെയ്യണം, അതോടൊപ്പം തന്നെ ഗ്രൂപ്പുകളിലൂടെ നിങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ളൊരു കാര്യങ്ങൾ മുൻനിർത്തി മാത്രമാണ് ഈ സിനിമ പ്രദർശിപ്പിച്ചത്. അതല്ലാണ്ട് ഒരു വർഗീയത ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തെ ഇകഴ്ത്താനോ അല്ല എന്നാണ് തന്നെയാണ് ഇപ്പോൾ ഈ ഇടുക്കി രൂപത വ്യക്തമാക്കിയിരിക്കുന്നത്. ജിംഷാദ്. ബിനീഷ് ആൻ്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടുക്കി രൂപത കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നു. വിശ്വാസോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇടുക്കി രൂപത വിവാദ ചിത്രമായ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത്. ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടിയാണ് ബിനീഷ് ആൻ്റണി ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. സ്വർണ്ണവിലയിലെ കുതിപ്പ് തുടരുകയാണ്. സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് 30 രൂപ കൂടി. പവനാകട്ടെ 240 രൂപ വർദ്ധിച്ചു. 1 ഗ്രാം സ്വർണത്തിന് 6565